ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2.5 കിലോ വെയിറ്റ് വരുന്ന ഒരു റാഫെല്ലോ കേക്കാണ്. 2 ടയർ റാഫെല്ലോ കേക്കാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്പഞ്ച് കേക്കിലേക്ക് ആവശ്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 1 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. റോസ്റ്റ് ചെയ്യാതെയാണ് ഇപ്പോൾ ഞാൻ ഈ ബദാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബദാം പൊടിച്ച് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് നമുക്ക് 1/4 കപ്പ് ബദാം പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇടവിട്ടായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ 1/4 കപ്പ് പാലും കൂടി ഇടവിട്ടായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ 2 കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒരേ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 പാനിൽ ചെയ്യുന്നത് കേക്കിന് നല്ലൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം കേക്ക് ടിന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 9 ഇഞ്ചിൻ്റെ ഒരു പാനിൽ 1.5 കപ്പ് മൈദയും 6 മുട്ടയും വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ നമ്മൾ ഇതേ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ കേക്ക് ഞാനിപ്പോൾ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ 7 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കിയ കേക്ക് 2 കേക്കും ഈ 2 ലെയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീം ഇവിടെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/3 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് വരുന്ന ചെറിയ കേക്കാണ് ഇപ്പോൾ ഞാൻ ആദ്യം ക്രം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 10 ടേബിളിൻ്റെ മുകളിലൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം കുറച്ച് ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചെറിയ കേക്ക് ഞാൻ 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്.
ആദ്യത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബദാം കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനെയും ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്യാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും ബദാമും ഒക്കെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് 3 ലെയറും സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ കേക്ക് ഏറ്റവും മുകളിലായിട്ട് വരുന്ന ചെറിയ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഏറ്റവും താഴെയായിട്ട് വരുന്ന വലിയ കേക്കാണ് ഇപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വലിയൊരു കേക്ക് ബോർഡ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അധികം ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും ബദാം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ വലിയ കേക്ക് 4 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ 4 ലെയറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ വലിയ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് ചെറിയ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ക്രീം ഇവിടെ വേറെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ക്രീം റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ചെറിയ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ക്രീം ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ചെറിയ കേക്ക് ഇവിടെ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെറിയ കേക്കിൽ മൊത്തത്തിൽ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ആ ചെറിയ കേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ വലിയ കേക്ക് ഇവിടെ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിനെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ടയർ കേക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് വരുന്ന കേക്കാണ് ഈ വലിയ കേക്ക്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്ന കേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 2 സ്ട്രോ എടുത്തിട്ടുണ്ട്. അത് 4 പീസായിട്ട് നമ്മൾ ഈ കേക്കിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കേക്ക് മുകളിലത്തെ കേക്കിൻ്റെ ഒരളവിനായിട്ട് നമ്മൾ 7 ഇഞ്ചിൻ്റെ പാന് നമ്മൾ ഒരളവിനായിട്ട് കേക്കിലൊന്ന് ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു അളവ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു റൗണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ
സ്ട്രോ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ആ സ്ട്രോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും താഴത്തെത്തുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരളവ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് സ്ട്രോ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ 4 സ്ട്രോയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് എടുത്തു വെക്കുന്നത്. നെയിമും കാര്യങ്ങളൊക്കെ വൈറ്റ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ എഡിബിൾ ഗോൾഡൻ കളർ കൂടി ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കാം. ഇപ്പോൾ പിറ്റേ ദിവസമാണ് ഈ കേക്ക് ഇതിന് മുകളിലായിട്ട് എടുത്തു വെക്കുന്നത്. ഒരു സ്പാച്ചുല വെച്ചിട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള ആ ഒരു റൗണ്ടിലേക്കായിട്ട് നമ്മൾ ഈ കേക്ക് പതുക്കെ വെച്ചു കൊടുക്കാം. ഇനി കേക്ക് ഒന്നുകൂടി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് കേക്കിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരുന്ന രീതിയിൽ ഒരു വലിയ സ്റ്റിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി താഴത്തെ കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റാഫെല്ലോ ക്യാൻഡി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കുറച്ച് ഒരു റാഫെല്ലോ ക്യാൻഡിയിലാക്കിയതിന് ശേഷം നമുക്ക് കേക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 3 റാഫെല്ലോ ആണ് ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ റാഫെല്ലോ വെച്ച് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു റാഫെല്ലോ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഗോൾഡൻ എഡിബിൾ ഫോയിൽ വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്ന കൂടിയുണ്ട്. ഇനി കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുൻപായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2.5 കിലോ വെയിറ്റ് വരുന്ന ഒരു 2 ടയർ റാഫെല്ലോ കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്